ഹലോ ഓൾ, എൻ്റെ പേര് മിലൻ പോൾ. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടൈം. Characteristics of time can be divided into general aspects required to adequately model the time domain, as well as the hierarchical organization of time and a definition of concrete time elements. The general aspects are scale, scope, arrangement, and viewpoints. അതായത് ഒരു മോഡലിൽ ടൈം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ ഒരു ഹൈറാർക്കി ഒരു ടൈമിന്റെ ബേസിൽ അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ അതിന്റെ ബേസിസിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടൈമിനെ സ്കോപ്പ്, സ്കെയിൽ, അറേഞ്ച്മെന്റ് വ്യൂ പോയിന്റ്സിലെ ആസ്പെക്ട്സിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തെയാണ് സ്കെയില്. സ്കെയില് ഓർഡിനൽ വൈസസ് ഡിസ്ക്രീറ്റ് വൈസസ് കണ്ടിന്യൂസ്. ഇൻ ആൻ ഓർഡിനൽ ടൈം ഡൊമെയിൻ ഓൺലി റിലേറ്റീവ് order relations are present. In discrete domains, temporal distances can also be considered. Discrete time domains are based on the smallest possible units and they are the most commonly used time model. Continuous time models are characterized by the possible mapping to real numbers. അതായത് സ്കെയില് മൂന്ന് ഇതിലാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഓർഡിനൽ ഉണ്ട്, ഡിസ്ക്രീറ്റ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്. ഓർഡിനൽ ആകുമ്പോൾ റിലേറ്റീവ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്നല്ല, അതായത് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യണില്ല. ഡിസ്ക്രീറ്റിൽ വരുമ്പോൾ ഇൻറ്റീജേഴ്സ് ആയിരിക്കും, അതായത് ഡെസിമൽസ് നോക്കൂല. ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിരിക്കും ഫുള്ള്. 1 മിനിറ്റ്, 1 മന്ത്, 1 ഇയർ, അങ്ങനെയൊക്കെ ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിരിക്കും ഫുള്ള് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് ഡിസ്ക്രീറ്റ് ടൈം ഡൊമൈനിൽ നമ്മൾ നോക്കാം. ഏറ്റവും മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടൈം മോഡലാണ് ഡിസ്ക്രീറ്റ് ടൈം മോഡൽ ഡൊമൈൻ. കണ്ടിന്യൂസിൽ വരുമ്പോൾ റിയൽ നമ്പേഴ്സ് ആണ്, അതായത് എന്ത് വേണേലും ആവാം. ഡിസ്ക്രീറ്റ് വാല്യൂസ് വേണമെന്ന് നിർബന്ധമില്ല. പോയിന്റ് വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാം, അതായത് കണ്ടിന്യൂസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ പോയിന്റ് ഇന്ന പോയിന്റ് എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് സ്കെയിലിംഗ് നടത്താം. അടുത്താണ് സ്കോപ്പ്. Point based versus interval based. Point based time domains can be seen in analogy to discrete Euclidean points in space, that is, having a temporal extent equal to zero. Thus, no information is given about the region between two points of time. In contrast to that, interval based time domains relating to a subsection of time having a temporal extent greater than zero. This aspect is also closely related to the notation of the granularity. അതായത് സ്കോപ്പിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് പോയിന്റ് ബേസ്ഡും രണ്ട് ഇന്റർവൽ ബേസ്ഡും. പോയിന്റ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ മുമ്പോട്ടുള്ള കുറച്ച് പാർട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ പുറകോട്ടുള്ള കുറച്ച് പാർട്ട് കൺസിഡർ ചെയ്യുക. അതായത് ഒരു ഇന്റർവെൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇടയ്ക്കുള്ള വാല്യൂസ് കൺസിഡർ ചെയ്യില്ല. അതായത് ഇപ്പൊ 0, 1 എന്ന് പറഞ്ഞ ഒരു ഇന്റർവെൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിലുള്ള പോയിന്റ്സ് കൺസിഡർ ചെയ്യില്ല. അതായത് 0.5 അങ്ങനെയുള്ള പോയിന്റ്സ് കൺസിഡർ ചെയ്യില്ല. പോയിന്റ് ബേസ്ഡ് ആകുമ്പോൾ കറക്റ്റ് ആ പറയുന്ന പോയിന്റ് മാത്രം കൺസിഡർ ചെയ്യുള്ളൂ. ബട്ട് ഇന്റർവെൽ ബേസ്ഡ് ആകുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഒരു ഇന്റർവെൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇടയ്ക്കുള്ള പോയിന്റ്സ് എക്സിസ്റ്റ് ചെയ്യും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരാൾ പോയിന്റ് ബേസ്ഡ് ആണ് കൺസിഡർ ചെയ്തെങ്കിൽ നമ്മുടെ ടൈം ഇപ്പോൾ മെയ് 1, 12 12 ഓ ക്ലോക്ക് ആണെന്ന് വെച്ചാൽ ആണെന്നൊക്കെയാണ്. ആ ഒരു സമയത്ത് നടന്നത് മാത്രമാണ് ആ ഡാറ്റയിൽ വരുന്നുള്ളെങ്കിൽ ആ ഡാറ്റ പോയിന്റ് ആണ് പോയിന്റ് ബേസ്ഡ്. ഇനി 12 ഓ ക്ലോക്ക് എടുത്തിട്ട് ആ ദിവസത്തെ മൊത്തം കാര്യം 12 ഓ ക്ലോക്കിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഇന്റർവൽ ബേസ്ഡ്. അടുത്താണ് arrangement. Linear versus cyclic. The third design aspect is the arrangement of the time domain corresponding to our natural perception of time. We mostly consider time as proceeding linear from the past to the future. That is, each time value has a unique predecessor or successor. In a cyclic organization of time, the domain is composed of a set of recurring time values. അതായത് ടൈം ഡൊമൈനിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യണേന് എന്ന് വെച്ചാൽ ഇപ്പൊ ലീനിയർ ആവുമ്പോ ഒരു പാസ്റ്റും ഫ്യൂച്ചറും ഉണ്ടാവും. അതായത് സീക്വൻസ്, പാസ്റ്റും ഫ്യൂച്ചറും സീക്വൻസിൽ പറയുകയാണെങ്കിൽ സീക്വൻസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ലീനിയർ എന്ന് വെച്ചാൽ മുമ്പോട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. സൈക്ലിക് ആകുമ്പോൾ റിക്കറിങ് വാല്യൂസ് ആണ്, അതായത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സീസൺസ് ഓഫ് ദി ഇയർ, അതായത് ഓരോ ഓരോ വർഷം സീസൺസ് ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ റെയിനി സീസൺ, സമ്മർ സീസൺ, അങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. അതാണ് സൈക്ലിക്കിന്റെ ഇത് എക്സാമ്പിൾ. ഇനി അടുത്താണ് വി പോയിന്റ്സ്. വി പോയിന്റ്സ് ഓർഡേർഡ് വൈസസ് ബ്രാഞ്ചിങ് വൈസസ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ്. അതായത് ഒരു ടൈം എടുക്കുകയാണെങ്കിൽ അതിൽ എങ്ങനെയാണ് അത് നടക്കുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഒരാൾ കാണുന്നതെന്ന്. ഓർഡേർഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ
1 o'clock, 2 o'clock, 3 o'clock എന്ന് വെച്ചാൽ ആ ഓർഡറിലുള്ള ഇവന്റ്സ് ആയിരിക്കും ആ മോഡലൊക്കെ ഉണ്ടാവുക കിടക്കുന്നത്. അതായത് ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ നടക്കുള്ളൂ. ബ്രാഞ്ചിങ് എന്ന് വെക്കുകയാണെങ്കിൽ ഒരു സമയത്ത് പല എടുത്ത് നടക്കുന്ന സിനാരിയോസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ബ്രാഞ്ചിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പ്രൊജക്ട് പ്ലാനിങ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പൊ 12 o'clock മൾട്ടിപ്പിൾ ആയിട്ട് പല മീറ്റിംഗ്സ് നടക്കണമെങ്കിൽ അപ്പോൾ എല്ലാ മീറ്റിംഗിന്റെയും റിപ്പോർട്ട് ആയിരിക്കും എൻ്റെ ഡാറ്റയിൽ. അതായത് ഒരേ ടൈമിൽ പലയിടത്ത് നടക്കുന്ന ആൾട്ടർനേറ്റീവ് സ്കിനാരിയോസ്. അടുത്താണ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ്. ഒരേ സമയത്ത് ഒരേ സിറ്റുവേഷനിൽ പല വ്യൂ പോയിന്റ്സ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരേ സമയത്ത് ഒരു കാര്യം പല രീതിയിൽ നടക്കാം. അതാണ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ്. ഇനി അടുത്തത് the hierarchical organization of time and concrete time elements is determined based on granularity, time primitives and determinacy. അതായത് ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷനും കോൺക്രീറ്റ് ടൈം എലമെന്റ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് മൂന്ന് കൺസെപ്റ്റ് വെച്ചാണ്. ഒന്ന് ഗ്രാനുലാരിറ്റി, ടൈം പ്രിമിറ്റീവ്സ് ആൻഡ് ഡിറ്റർമിനൻസി. അതിൽ ഒന്നാമത്തെ ഗ്രാനുലാരിറ്റി ആണ് കണ്ടത്. ഓരോ ലെവൽസിൽ അറേഞ്ച് ചെയ്യുന്നത് അതാണ് ഗ്രാനുലാരിറ്റി. അതായത് ഇപ്പൊ മന്ത്ലി ഡാറ്റ, ഒരു ഡേയുടെ ഡാറ്റ നമ്മൾ മന്ത്ലി ആക്കുന്ന അങ്ങനെ പല ടൈമിൽ അറേഞ്ച് ചെയ്യുന്നതിന് മിനിറ്റ്സ്, ഹവേഴ്സ്, ഡേയ്സ്, വീക്സ്, അങ്ങനെ അങ്ങനെ ലാർജർ ടു സ്മോളർ യൂണിറ്റ്സിലോട്ട് ടൈം വാല്യൂസിനെ മാപ്പ് ചെയ്യുന്നതിന് അതിനാണ് ഗ്രാനുലാരിറ്റി എന്ന് പറയുന്നത്. അടുത്താണ് ടൈം പ്രിമിറ്റീവ്സ്. Time primitives, instant versus interval versus span. Basically, time primitives can be divided into anchored and unanchored primitives. Instant and intervals are primitives that belongs to the first loop. That is, they are located on the fixed positions along the time domain. In a contrast to that, a span is a relative primitive. That is, it has no absolute position in time. Instants are a model for a single points of time. Spans are the duration without fixed position. അതായത് ടൈം പ്രിമിറ്റീവ്സ് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് ആങ്കേഡും രണ്ട് അൺആങ്കേഡും. ആങ്കേഡ് എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് ആയിരിക്കും, മറ്റേത് റിലേറ്റീവ് ആയിരിക്കും. ടൈം പ്രിമിറ്റീവ്സ് മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് ഇൻസ്റ്റന്റ്, ഇന്റർവെല്, സ്പാൻ. ഇൻസ്റ്റന്റ് എന്ന് വെച്ചാൽ ഒരു പോയിന്റ് തന്നെ ആയിരിക്കും. ഇപ്പൊ മെയ് 10 ഒരു സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നടക്കുന്ന കാര്യം. ഇന്റർവെൽ എന്ന് പറയുമ്പോൾ റേഞ്ച് ചെയ്യും. എന്ന് വെച്ചാൽ ഒരു ഇന്റർവെൽ വരും, അതായത് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ അങ്ങനെ ഒരു റേഞ്ച് കൊടുത്തിട്ടുണ്ടാവും. അൺആങ്കേർഡിൽ വരുന്നതാണ് സ്പാന്. സ്പാൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു 6 ദിവസം അങ്ങനെ ടൈം കൊടുത്തിട്ടുള്ളൂ, ഒരു ഫിക്സഡ് ടൈം കൊടുത്തിട്ടില്ല. അതാണ് determinacy. Determinate versus indeterminate. Uncertainty is another important aspect when considering time-oriented data. If there is no complete or exact information about the time specifications, or if time primitives are converted from one granularity to another, uncertainties are introduced and have to be dealt with. Next, അതായത് ഇപ്പൊ ഡിറ്റർമിനൻസി എന്ന് പറയുന്നത് രണ്ട് ടൈപ്സ് ഓഫ് ഡിറ്റർമിനേറ്റ് ഉണ്ട്. ഇതുണ്ട്, അത് ഡിറ്റർമിനൻസി ഉണ്ട്, ഡിറ്റർമിനേറ്റും ഇൻഡിറ്റർമിനേറ്റും. ടൈം ഡൊമെയിൻ കൺസിഡർ ചെയ്യുമ്പോൾ അൺസർട്ടനിറ്റി വരും. ഇപ്പൊ ഒരു ഗ്രാനുലാരിറ്റി ലെവൽ മാറ്റുകയാണെങ്കിൽ ഡാറ്റയിൽ അൺസർട്ടനിറ്റി വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആക്ടിവിറ്റി മെയ് 14 തുടങ്ങിയിട്ട് മെയ് 17 ഇത് ഡേയ്സിന്റെ ബേസിസിലാണ് ഇപ്പൊ ഗ്രാനുലാരിറ്റി ചെയ്തേക്കണേ. ഇനി അത് ഹവേഴ്സിന്റെ ഇതിൽ ആണെങ്കിൽ ചേഞ്ചസ് വരും, അപ്പൊ അൺസർട്ടനിറ്റി വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഡിറ്റർമിനൻസി. ഇനി അടുത്ത ടോപ്പിക്കാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടൈം ഓറിയന്റഡ് ഡാറ്റ. അതായത് ടൈം ഓറിയന്റഡ് ഡാറ്റയെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രിറ്റീരിയാസ് ആണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെയാണ് സ്കെയില്. ക്വാണ്ടിറ്റേറ്റീവ് വേഴ്സസ് ക്വാളിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആർ ബേസ്ഡ് ഓൺ എ മെട്രിക് സ്കെയിൽ. ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഡിസ്ക്രൈബ് ഐദർ അൺഓർഡേഡ് ഓർ ഓർഡേഡ് സെറ്റ് ഓഫ് ഡാറ്റ എലമെന്റ്സ്. അതായത് രണ്ട് ടൈപ്സ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുമ്പോൾ മെട്രിക് സ്കെയിൽ ബേസ്ഡ് ആയിരിക്കും, അതായത് നമ്പർ ആയിരിക്കും. ഡിസ്ക്രീറ്റ് ഓർ കണ്ടിന്യൂസ് ആവാം, അത് എങ്ങനെ വേണമെങ്കിലും ആവാം, ഡിസ്ക്രീറ്റ് ആവാം, കണ്ടിന്യൂസ് ആവാം. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുമ്പോൾ ക്വാളിറ്റീസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് അൺഓർഡേഡ് ആയിരിക്കും, ഓർഡേഡ് ആയിട്ടുള്ള ഡാറ്റാസ് ആയിരിക്കും. ഇനി രണ്ടാമത്തെയാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. Abstract versus spatial. Abstract data have been collected in non-spatial context and not connected to some spatial layout.
സ്പേഷ്യൽ ഡാറ്റ കണ്ടെയ്ൻ ആൻഡ് ഇൻഹെറിറ്റന്റ് സ്പേഷ്യൽ ലേഔട്ട്. അതായത് രണ്ട് ടൈപ്പ് ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഉണ്ട്. സ്പേഷ്യൽ അബ്സ്ട്രാക്ഷനും സ്പേഷ്യൽ അബ്സ്ട്രാക്റ്റും അബ്സ്ട്രാക്റ്റും. സ്പേഷ്യൽ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അബ്സ്ട്രാക്ട് ഡാറ്റ എന്ന് പറയുമ്പോൾ അത് സ്പേഷ്യൽ കണ്ടസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളതായിരിക്കില്ല. അതായത് ഏരിയ ബേസ്ഡ് ആയിരിക്കില്ല. ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡാറ്റ നമുക്ക് കിട്ടും. സ്പേഷ്യൽ അബ്സ്ട്രാക്ട് ഡാറ്റ എന്ന് പറയുമ്പോൾ ഒരു ഏരിയ ബേസ് ചെയ്തായിരിക്കും. എക്സാമ്പിള് ജിയോഗ്രാഫിക്കൽ പൊസിഷൻസ്. തേർഡ് വൺ ആണ് കൈൻഡ് ഓഫ് ഡാറ്റ. Events versus states. Events can be seen as markers of state changes, whereas states characterize the phases of continuity between events. അത് രണ്ട് ടൈപ്സ് ഓഫ് ഇവന്റ്സ് ഉണ്ട്. രണ്ട് ടൈപ്സ് ഉണ്ട്. രണ്ട് ടൈപ്സ് ഓഫ് കൈൻഡ്സ് ഓഫ് ഡാറ്റ ഉണ്ട്. ഒന്ന് ഇവന്റ്സും സ്റ്റേറ്റ്സും. ഇവന്റ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുന്ന ചേഞ്ചസ്. അതായത് ഡിപ്പാർച്ചർ ഓഫ് ട്രെയിൻ. ഇപ്പൊ ട്രെയിൻ വിട്ടു, എത്ര നേരം സ്റ്റേഷനറി പൊസിഷനിലായിരുന്നു, എന്നിട്ട് വരുന്ന ഇവന്റ്. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇവന്റ്സ് തമ്മിലുള്ള കണ്ടിന്യൂറ്റി. എക്സാമ്പിൾ ഇപ്പൊ ട്രെയിൻ ഈസ് ഓൺ ദ റോഡ്, അതായത് ട്രെയിനിന്റെ ഡിപ്പാർച്ചറും അത് നിർത്തുന്നതും അതാണ് ഇവന്റ്സ് തമ്മിലുള്ള കണ്ടിന്യൂറ്റി. ഇനി നാലാമത്തെയാണ് നമ്പർ ഓഫ് വേരിയബിൾസ്. യൂണിവേരിയേറ്റ് വേഴ്സസ് മൾട്ടിവേരിയേറ്റ്. Univariate data contain only one data value per temporal primitive, whereas in the case of multivariate data, each temporal primitive holds multiple data values. അതായത് രണ്ട് ടൈപ്സ് ഉണ്ട്. രണ്ട് ടൈപ്സ് നമ്പർ ഓഫ് വേരിയബിൾസ് ഉണ്ട്. യൂണിവേരിയേറ്റ് ഉണ്ട്, മൾട്ടിവേരിയേറ്റ് ഉണ്ട്. യൂണിവേരിയേറ്റ് ഡാറ്റയിൽ ഒരു വേരിയബിളേ ഉണ്ടാവുള്ളൂ. മൾട്ടിവേരിയേറ്റ് ഡാറ്റയിൽ ഒരുപാട് വേരിയബിൾസിന്റെ ബേസിലായിരിക്കും നമുക്ക് ഡാറ്റ കിട്ടുന്നത്. അതാണ് നമ്പർ ഓഫ് വേരിയബിൾസ്. അടുത്താണ് റിലേറ്റിംഗ് ഡാറ്റ ആൻഡ് ടൈം. Aspects regarding time dependencies of data have been extensively examined in the field of temporal database. According to them, any dataset is related to two temporal domains, internal time and external time. അതായത് ടെമ്പററി ഡാറ്റാബേസിലൊക്കെ ടൈമും ഡാറ്റയും തമ്മിലുള്ള ഡിപ്പെൻഡൻസീസ് എക്സാമിൻ ചെയ്ത് വെക്കാറുണ്ട്. അതായത് ടെമ്പററി ഡാറ്റാബേസ് പറയുന്നത് അതിലുള്ള ഡാറ്റാസ് ഒക്കെ ടൈം റിലേറ്റഡ് ആയിരിക്കും. ഡാറ്റ സെറ്റിന്റെ രണ്ട് രീതിയിലുള്ള ടൈം ഡൊമൈൻ ആണ് ഇന്റേണൽ ടൈമും എക്സ്റ്റേണൽ ടൈമും. ഇന്റേണൽ ടൈം എന്ന് പറയുന്നത് ഇൻഹെറന്റ് ആയിരിക്കും. എക്സ്റ്റേണൽ ടൈം എന്ന് പറയുന്നത് ഡാറ്റ മൊത്തത്തിൽ എങ്ങനെ ഇവോൾവ് ആയി വരുന്നത് എന്നുള്ളതാണ് എക്സ്റ്റേണൽ ടൈം എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുമ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈം ബേസ്ഡ് ഓൺ ഡാറ്റ യൂസിങ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടൈം. അതായത് ടൈം ബേസ്ഡ് ഡാറ്റയുടെ ക്ലാസിഫിക്കേഷൻ ഇന്റേണലും എക്സ്റ്റേണൽ ടൈമും വെച്ച് നോക്കിയിട്ട്. അതായത് ഒന്നാമത്തെയാണ് സ്റ്റാറ്റിക് നോൺ ടെമ്പറൽ ഡാറ്റ. If both internal and external time are each compromised, if of only one temporal element, the data are completely independent of time. അതായത് ഇന്റേണലിലും എക്സ്റ്റേണലിലും ഓരോ പ്രിമിറ്റീവ് ആണെങ്കിൽ സ്റ്റാറ്റിക് നോൺ ടെമ്പറൽ ഡാറ്റയാണ്. ഡാറ്റ ആണെങ്കിൽ ഡാറ്റ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം ആയിരിക്കും. രണ്ടാമത്തെയാണ് സ്റ്റാറ്റിക് ടെമ്പറൽ ഡാറ്റ. If the internal time contains more than one time primitive, while the external time contains only one, then the data can be considered dependent on time. Since the values stored in the data depend on the internal time, static temporal data can be understood as a historical view of how the real world or some model looked at the various elements of internal time. Common time series are a prominent example of static temporal data. Most of today's visualization approaches that explicitly consider time as a special data dimension address static temporal data. അതായത് ഇന്റേണൽ ടൈമിൽ മോർ ദാൻ വൺ പ്രിമിറ്റീവും എക്സ്റ്റേണൽ ടൈമിൽ എക്സ്റ്റേണൽ ടൈമിൽ ഒരു പ്രിമിറ്റീവ് ഉണ്ടാവും. ഈ ഡാറ്റ എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ഓൺ ടൈമാണ്. അടുത്തതാണ് ഡൈനാമിക് നോൺ ടെമ്പറൽ ഡാറ്റ. If the internal time contains only one, but the external time is composed of multiple time primitives, then the data depends on the external time. To put it simply, the data changes over time. That is, they are dynamic.
അതായത് ഡൈനാമിക് എന്ന് പറയുമ്പോൾ ഡൈനാമിക് നോൺ ടെമ്പറൽ ഡാറ്റ എന്ന് പറയുമ്പോൾ ഇന്റേണൽ ടൈമിൽ ഒരു പ്രിമിറ്റീവും എക്സ്റ്റേണൽ ടൈമിൽ മോർ ദാൻ വൺ പ്രിമിറ്റീവ് ഉണ്ടാവും. അതായത് മറ്റേ സ്റ്റാറ്റിക് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡൈനാമിക് നോൺ ടെമ്പറൽ ഡാറ്റ. ഡാറ്റ ഡിപ്പെൻഡന്റ് ഓൺ ടൈം ആയിരിക്കും. നാലാമത്തെയാണ് ഡൈനാമിക് ടെമ്പറൽ ഡാറ്റ. ഇഫ് ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ടൈം ആർ comprised of multiple time primitives, then the data are considered to be bi-temporal dependent. In other words, data contain variables depending on internal time and the actual state of data changes over external time usually in this case, internal and external time are strongly coupled and can be mapped from one to another. An explicit distinction between internal and external time is usually not made by current visualization approach because considering both the temporal dimensions for visualizing uh, both the visualizing is challenging. അതായത് ഡൈനാമിക് ടെമ്പറൽ ഡാറ്റ എന്ന് പറയുന്നത് ഇന്റേണൽ ടൈമിൽ ഒന്നിൽ കൂടുതൽ പ്രിമിറ്റീവ്സ് ഉണ്ടാവും, എക്സ്റ്റേണൽ ടൈമിലും ഒന്നിൽ കൂടുതൽ പ്രിമിറ്റീവ്സ് ഉണ്ടാവും. അതിനാണ് ഡൈനാമിക് ടെമ്പറൽ ഡാറ്റ എന്ന് പറയുന്നത്. ഉം. അടുത്തതാണ് വിഷ്വലൈസിങ് ടൈം ഓറിയന്റഡ് ഡാറ്റ. അതിൽ ഒന്നാമത്തെ മാപ്പിംഗ് ഓഫ് ടൈം. There are two options for mapping time, the mapping of time to space and the mapping of time to time. When speaking of a mapping from time to space, we mean that the time and the data are represented in a single coherent visual representation. This representation does not automatically change over time, which is why we call such visualization of time-oriented data static. In contrast to that, dynamic representation utilizes the physical dimension of time to convey the dependency of the data. That is, time is mapped to time. This results in visualization that changes over time automatically. അതായത് മാപ്പിംഗ് ഓഫ് ടൈം എന്ന് പറയുന്നത് മാപ്പിംഗ് ഓഫ് ടൈം രണ്ടെണ്ണം ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് മാപ്പിംഗ് മാപ്പിംഗ് ഓഫ് ടൈം ടു സ്പേസും പിന്നെ രണ്ടാമത്തെ മാപ്പിംഗ് ഓഫ് ടൈം ടു ടൈമും. മാപ്പിംഗ് ഓഫ് ടൈം ടു സ്പേസ് എന്ന് ആകുമ്പോൾ ഒരു ആക്സിസിൽ ടൈമും മറ്റേ ആക്സിസിൽ ഡാറ്റ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഡൈനാമിക് റെപ്രസെന്റേഷനിൽ ടൈം ടു ടൈമാണ് മാപ്പ് ചെയ്യണേ. ടൈം അനുസരിച്ചുള്ള ചേഞ്ചസ് കാണാൻ പറ്റും. അടുത്താണ് ഡയമെൻഷനാലിറ്റി of the presentation space. We can differentiate between 2D and 3D presentations of time-oriented data. Visualization approaches that use a 2D presentation space have to ensure that the time axis is emphasized because time and data dimensions often have to share the two available display dimensions. In the case of 3D representation, a 3D display dimension is allocatable. In fact, many techniques utilize it as a dedicated dimension for the time axis, clearly separating time from other dimensions. അതായത് എന്ന് വെച്ചാൽ നമ്മൾ വിഷ്വലൈസേഷൻ 2Dയിലാണോ 3Dയിലാണോ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതാണ് ഡയമെൻഷനാലിറ്റി ഓഫ് ദ പ്രസന്റേഷൻ സ്പേസ് എന്ന് പറയുന്നത്. 2D ആകുമ്പോൾ ടൈമിന് മാത്രം മാറ്റിയെടുക്കാൻ പറ്റില്ല. 3D ആകുമ്പോൾ ടൈമിന് മാത്രമായിട്ട് ഒരു ആക്സസ് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഡയമെൻഷനാലിറ്റി ഓഫ് ദി പ്രസന്റേഷൻ സ്പേസ്.